നമസ്കാരം കൂട്ടുകാരെ, ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് തമിഴ്നാട്ടിലൊരു ക്ഷേത്രമായിരിക്കും എന്നായിരിക്കും നിങ്ങൾ കരുതുക. പക്ഷേ ഇത് തമിഴ്നാട്ടിലുള്ള ക്ഷേത്രമല്ല. നമ്മുടെ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ പുത്തൂരുള്ള ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. അപ്പോൾ ഒരു മനോഹരമായ കുന്നിൻ്റെ മുകളിൽ വളരെ നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ക്ഷേത്രമാണിത്. ഇപ്പോൾ കേരളത്തിൽ ഈ തലമുണ്ടനം ചെയ്യുന്ന കർമ്മം നടത്തുന്ന ഒരേ ഒരു ക്ഷേത്രം ഇതാണ്. അപ്പോൾ പളനി ക്ഷേത്രത്തെ അനുസ്മരിപ്പിക്കുന്ന കേരളത്തിലെ ഒരു മഹത്തായ ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. തൃശ്ശൂർ ജില്ലയിൽ പുത്തൂരിലാണ് പഴനി ക്ഷേത്രത്തെ അനുസ്മരിക്കുന്ന ചോച്ചേരിക്കുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെ എത്തിയത് ഉച്ച സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ നട അടച്ചിരുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30 മുതൽ 10 മണി വരെയും വൈകിട്ട് 5 മുതൽ 8 മണി വരെയുമാണ് ഇവിടെ ദർശന സമയം. അടിവാരം ഗണപതി കോവിലിൽ ദർശനം നടത്തിയതിനു ശേഷം 230-ലധികം പടിക്കെട്ടുകൾ കയറി വേണം ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ. റോഡിൽ നിൽക്കുമ്പോൾ ക്ഷേത്രം കാണാൻ സാധിക്കില്ല. എന്നിരുന്നാലും ക്ഷേത്രത്തിലേക്കുള്ള മനോഹരമായ പടിക്കെട്ടുകൾ കാണാം. പടിക്കെട്ടുകൾ കയറി മുകളിലെത്തുമ്പോൾ നമ്മളൊരു വിസ്മയ ലോകത്തെത്തിയ അനുഭൂതിയായിരിക്കും അനുഭവപ്പെടുക. തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 12 കിലോമീറ്റർ മാറി പുത്തൂരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ സമീപത്തായിട്ടാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പകുതി പടിക്കെട്ടുകൾ കയറി കുന്നിന്റെ മധ്യഭാഗത്തെത്തുമ്പോൾ അവിടെ ഒരു പ്രവേശന കവാടം കാണാം. അതിൻ്റെ മുൻവശത്തായി ശ്രീ മഹാദേവൻ പാർവതീ സമേതനായി ഇരിക്കുന്ന ശില്പം പതിപ്പിച്ചിട്ടുണ്ട്. ഈ ആർച്ചിന്റെ പിൻവശത്തായി സുബ്രഹ്മണ്യ സ്വാമിയുടെ ചിത്രവും കാണാം. മനോഹരമായി വർണ്ണവിസ്മയം തീർത്ത് ഉയർന്നു നിൽക്കുന്ന ക്ഷേത്രഗോപുരം ആരെയും ആകർഷിക്കും. ഒരു വലിയ കുന്നിൻ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്ര പരിസരത്ത് എപ്പോഴും ശക്തമായി കാറ്റ് വീശിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എത്ര വെയിലാണെങ്കിലും ചൂട് അനുഭവപ്പെടില്ല. ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്ന ആൽമരത്തിന്റെ ഇലകൾ കാറ്റത്ത് ആടി ഉലയുന്നത് നോക്കി നിൽക്കാൻ നല്ല രസമാണ്. ഈ ക്ഷേത്രത്തിന്റെ മുൻവശത്തെ ഗോപുരം മനോഹരങ്ങളായ ധാരാളം ശില്പങ്ങളാൽ അലങ്കൃതമാണ്. ധാരാളം ആളുകൾ ദിനംതോറും എത്തിച്ചേരുന്ന ഈ ക്ഷേത്രവും പരിസരങ്ങളും വളരെ വൃത്തിയായി പരിപാലിക്കുന്ന ക്ഷേത്രം ഭാരവാഹികളും ജീവനക്കാരും പ്രത്യേകം പ്രശംസ അർഹിക്കുന്നു. മണലിപ്പുഴയുടെ തീരത്തുള്ള ചോച്ചേരിക്കുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ദേവസേനാപതി ഭാവത്തിലുള്ള സുബ്രഹ്മണ്യ സ്വാമിയാണ് പ്രധാന പ്രതിഷ്ഠ. ശിവൻ, പാർവതി, ഗണപതി, അയ്യപ്പൻ, ശ്രീരാമൻ, ഹനുമാൻ, നാഗദേവങ്ങൾ എന്നിവരെ ഉപദേവതകളായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇവിടെ ആദ്യം സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തിയത് ചിന്മയാനന്ദ സ്വാമികളാണ്. പഴനി ക്ഷേത്രത്തിൽ നടത്തുന്ന പല ചടങ്ങുകളും ഇവിടെയും നടത്തുന്നു. കേരളത്തിൽ തലമുണ്ടനം വഴിപാടായി നടത്തുന്ന ഏക ക്ഷേത്രമാണിത്. കുംഭമാസത്തിലെ പൂയനാളിൽ നടക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവമാണ് ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. വൃശ്ചിക മാസത്തിൽ നടക്കുന്ന അയ്യപ്പൻ വിളക്ക്, ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി, പിന്നെ ശിവരാത്രി, കന്നിമാസത്തിലെ ആയില്യപൂജ എന്നിവയും ഇവിടെ പ്രധാനമാണ്. വേൽ സമർപ്പണം, കാവടി പ്രദക്ഷിണം, കാവടി സമർപ്പണം, പഞ്ചാമൃതം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് സുബ്രഹ്മണ്യ ഭഗവാനെ ഉപാസിക്കുന്നത് ജീവിതത്തിൽ ധൈര്യം, ജ്ഞാനം, സാമ്പത്തിക അഭിവൃദ്ധി, രോഗശാന്തി എന്നിവ കൈവരിക്കാൻ അത്യുത്തമമാണ്. കൂടാതെ കുട്ടികളുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനും ശത്രുദോഷങ്ങൾ അകറ്റുന്നതിനും സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ചന്ദ്രൻ അമ്പാട്ട്. എൻ്റെ വീട് മാടായിക്കോണം മാപ്രാണം എന്ന സ്ഥലത്താണ്. ഞാൻ ഇവിടുത്തെ ജനറൽ മാനേജറായിട്ട് ജോലി ചെയ്യാണ്. കേരള പഴനി എന്ന് പറയുന്ന ഈ ക്ഷേത്രം ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പക്ഷേ ഒരു 10-25 കൊല്ലം മുമ്പ് മാത്രമാണ്
ചെറിയ ക്ഷേത്രം പുനരുദ്ധരിച്ച് ഈ നിലയിൽ എത്തിച്ചത്. ഇപ്പോൾ 5-6 കൊല്ലമായിട്ടുള്ളൂ ഇവിടെ വന്നിട്ട് ഈ ഗോപുരം ഇതൊക്കെ പണിതത്. ശരിക്കും തമിഴ്നാട്ടിലെ പഴനിയിലത്തെ എല്ലാ പൂജാവിധികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തന്നെയല്ല, ഈ അമ്പലത്തിൻ്റെ ചുറ്റും മുകളിൽ വന്നു കഴിഞ്ഞാൽ ചുറ്റും തൃശ്ശൂർ നഗരം മുഴുവൻ കാണാം, സുവോളജിക്കൽ പാർക്ക് കാണാം. എല്ലാം കൊണ്ടും നല്ലൊരു സൗകര്യപ്രദം, നല്ലൊരു സ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത്. നിത്യേന സുബ്രഹ്മണ്യ ഭഗവാനെ ഉപാസിക്കുന്നതിലൂടെ കുടുംബത്തിൽ ഐക്യം നിലനിർത്താനും ദുഷ്ടശക്തികളിൽ നിന്നും നെഗറ്റീവ് ഊർജത്തിൽ നിന്നും കുടുംബത്തിന് സംരക്ഷണം ലഭിക്കാനും ഉത്തമമാണ്. കേരളത്തിൽ തലമുണ്ടനം ചെയ്യുന്ന വഴിപാട് നടത്തുന്ന ഏക ക്ഷേത്രമാണിത്. തലമുണ്ടനം വഴിപാടായി നടത്തുക വഴി അഹംഭാവം വെടിഞ്ഞ് പൂർണ്ണമായും ഭഗവാന് മുന്നിൽ കീഴടങ്ങുന്നതിൻ്റെ പ്രതീകമാണ്. മുടി എന്നത് മനുഷ്യന്റെ ഭംഗിയുടെയും അഹങ്കാരത്തിൻ്റെയും പ്രതീകമാണ്. അത് ഭഗവാന് സമർപ്പിക്കുന്നതിലൂടെ മനസ്സ് ശുദ്ധമാവുകയും വിനയമുണ്ടാവുകയും ചെയ്യുന്നു. കൂടാതെ ആരോഗ്യവും രോഗമുക്തിയും ദീർഘായുസ്സും കുട്ടികൾക്ക് ബുദ്ധിശക്തി വർദ്ധിക്കുന്നതിനും പാപമോചനത്തിനും അത്യുത്തമമാണ് ഈ ചടങ്ങ്. ചോച്ചേരിക്കുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.